നല്ല നാടൻ രീതിയിൽ തേങ്ങ വറുത്തരച്ചുണ്ടാക്കിയ കോഴിക്കറി ഇഷ്ടമില്ലാത്തവരായി ആരും ഉണ്ടാവില്ല. കുരുമുളകിന്റെയും തേങ്ങ വറുത്തരച്ചതിന്റെയും ഒക്കെ രുചിയും മണവും ഒക്കെ മുന്നിട്ട് നിൽക്കുന്ന ഈ കോഴിക്കറി എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. വറുത്തരച്ച ചിക്കൻ കറിക്ക് വേണ്ടി ഞാൻ ഇവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള തേങ്ങ മുഴുവനായും തന്നെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1.25 കപ്പ് ഉണ്ടാവും. ഇനി വഴറ്റാൻ ആവശ്യമായി 2 വലിയ സവാള ചെറുതായി നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കുടം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക് അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, ഒരു ചെറിയ തക്കാളി വട്ടത്തിൽ അരിഞ്ഞത്. ഇത്രയുമാണ് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമ്മൾക്ക് ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാം. അതിനായി ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ 3 കഷ്ണം കറുവപ്പട്ട ചേർത്തിട്ടുണ്ട്. വളരെ ചെറിയ കഷ്ണമേ ചേർക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ 2 ഏലക്കായ, 3 ഗ്രാമ്പു. ഈ വോൾ സ്പൈസസിന്റെ അളവൊന്ന് കൂടി പോകരുത്, ഇത്രയും മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ചിക്കൻ കറി വെച്ച് കഴിയുമ്പോൾ ഒരു കുത്തലുണ്ടാവും. ഇനി 3 വെളുത്തുള്ളി അല്ലി, അതേപോലെ തന്നെ 4 കുഞ്ഞുള്ളി വൃത്തിയാക്കി എടുത്തത്, കുറച്ച് കറിവേപ്പില. ഇനി തേങ്ങ വറുത്തെടുക്കാൻ ആവശ്യമായി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചെറു തീയിൽ നന്നായി ഒന്ന് വറുത്തെടുക്കുക. നിങ്ങൾക്ക് കറുവപ്പട്ടയും ഏലക്കയും ഗ്രാമ്പും ഒക്കെ ചേർക്കുന്നതിന് പകരം തേങ്ങ വറുത്ത് കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ ചേർത്താൽ മതിയാവും. ഇപ്പോൾ തേങ്ങയൊക്കെ ഒരു പകുതി വറവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ കറിക്ക് കുരുമുളകിന്റെ സ്വാദാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. നിങ്ങൾക്ക് കുരുമുളക് അധികം വേണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായി വറുത്തെടുക്കുക. ഞാനിവിടെ തേങ്ങയൊക്കെ നല്ല പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഞാനിവിടെ എരിവില്ലാത്ത മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഈ പൊടികൾ ഈ ചൂടായ തേങ്ങയിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് പച്ചമണം മാറ്റിയെടുക്കുക. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഇതിലേക്ക് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ മസാലപ്പൊടികളെല്ലാം തേങ്ങയുടെ ചൂടിൽ കിടന്ന് നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി ഇത് നമുക്ക് ചൂടാറാനായി ഒന്ന് മാറ്റി വയ്ക്കാം. ചൂടാറിയ തേങ്ങാക്കൂട്ട് ഞാനിവിടെ മിക്സി ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ചേർക്കാതെ നമ്മൾക്കൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. തേങ്ങാക്കൂട്ട് നന്നായി പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ നന്നായി ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണം. തേങ്ങാക്കൂട്ട് ഇവിടെ ഞാൻ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന 1 കുടം വെളുത്തുള്ളി അരിഞ്ഞതും നീളത്തിൽ അരിഞ്ഞ ഇഞ്ചിയും, അതേപോലെ തന്നെ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ അരിഞ്ഞിടുന്നതിന് പകരം പേസ്റ്റ് ആക്കിയോ ചതച്ചോ ചേർക്കാവുന്നതുമാണ്. ഞാനിപ്പോൾ ചിക്കൻ കറിക്ക് ഇങ്ങനെയാണ് ചേർത്തിരിക്കുന്നത്. ഇതൊന്ന് എണ്ണയിൽ നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾക്കിതിലേക്ക് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന 2 വലിയ സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം.
നന്നായി ഒന്ന് വഴറ്റി മഞ്ഞളിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് ഒരു 1-2 മിനിറ്റ് നേരത്തേക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ വറുത്തരച്ച കൂട്ട് ചേർത്ത് കൊടുക്കാം. ആ അരപ്പ് എടുത്തു വെച്ചിരുന്ന പാത്രത്തിലേക്ക് തന്നെ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനിലേക്ക് തേങ്ങ അരപ്പ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചിക്കനും തേങ്ങ അരപ്പും എല്ലാം നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ചെറുതീയിൽ നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ 1 തണ്ട് കറിവേപ്പിലയും നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തിളച്ച് വരുമ്പോഴത്തേനും ചിക്കനിൽ നിന്ന് കുറച്ചുകൂടി വെള്ളം ഇറങ്ങും. അതനുസരിച്ചിട്ട് വേണം നിങ്ങളിപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇനി മൂടി അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമ്മൾക്കൊന്ന് മൂടി തുറന്നു നോക്കാം. ചിക്കനൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ചിക്കനിനൊക്കെ നന്നായി വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി അടച്ചു വെച്ച് നന്നായി വെന്ത് വരുന്നത് വരെ നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 12 മിനിറ്റിന് ശേഷം വീണ്ടും ഞാൻ മൂടി തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ കറിയൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് ചാറൊക്കെ നല്ല കുറുകിയ പാകമായി വന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കി കറക്റ്റിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചിക്കൻ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള കടുക് താളിച്ചെടുക്കാം. ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായി പൊട്ടി വരുമ്പം ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി നന്നായി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ താളിപ്പ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെയും പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും എന്തിൻ്റെ കൂടെയും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഈ നാടൻ വറുത്തരച്ച കോഴിക്കറി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും.